ജമന്തിയേ ഞങ്ങളെന്നേ ബാങ്കിൽ പോയിട്ട് വരാം. തക്ലിമോള് സ്കൂളിൽ വിട്ട് വരുമ്പോഴേ യൂണിഫോം മാറ്റിട്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണേ. കഴിക്കാൻ കൊടുക്കാവൂ. പോയിട്ട് വരാം. പൈസ ഒക്കെ കൂടിയപ്പോ ബാങ്കിൽ കൊണ്ടിടാൻ പോണോ? വല്ലവന്റെയും പൈസയാ കുടുംബശ്രീയുടെ. തക്കളി പിന്നെ ഡ്രസ് മാറ്റിട്ട് മേലെ വീണിട്ട് ഓടി വാ. ഇവിടെ വന്ന് ചായ കുടിക്കാം. അവിടെ ഡാഡി അമ്മയില്ല, ഒരു ബാങ്കിൽ പോയിരിക്കുക, വരാൻ താമസിക്കും. മാമി എനിക്ക് കുറച്ച് ഹോംവർക്ക് എഴുതാണ്ട്. മാമി ആ എഴുതിക്ക്, ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് പോയിക്കോ. വേണ്ട, അവിടെ പഴമൊക്കെ എളുപ്പമുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. വേണ്ടേ അപ്പം? വേണ്ട മാമി. പിന്നെ നല്ലോണം അടുത്തൊന്ന് വരാൻ പറയോ? അവളെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അവളും കൂടെ ഇരുന്ന് എഴുതിക്കോളാം. ശരി, വരാൻ പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞുവിടാം. ഒരു കാര്യമില്ല, നിങ്ങൾ എന്തെങ്കിലും ഉണക്ക ചോദിക്കണം, കിട്ടൂലെന്ന് അറിയാലോ. അങ്ങനെയല്ല, തരാന്ന് പറഞ്ഞല്ലോ, വേറെ നോക്കാന്ന് പറഞ്ഞില്ലേ? എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ അവള് പറഞ്ഞാണല്ലോ നോക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തിരുന്നിട്ടാ ഈട് കൊടുക്കാൻ? ചുമ്മാ കിട്ടണ ലോണ് നമ്മൾ എടുക്കുക. ലോണ് നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി തന്നെ. മാനേജരെ എന്ത് സ്നേഹമുള്ള മനുഷ്യനാ. നമ്മള് പാർട്ടിക്കാർ പോയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കയ്യാണിച്ചെടി, കയ്യാണിച്ച രണ്ട് ഇങ്ങോട്ട് നീങ്ങില്ല. നല്ലൂടെ വന്നേ. കയ്യാണിച്ചെടി, നല്ലുണ്ട് കയ്യാണിച്ചേ. ദൈവം തമ്പുരാനെ, ഇത് നോക്കിയ ക്ലീറ്റ് അടുക്കളയുടെ കോലം. എന്ത് കഷ്ടമാണ്. വിട്ടത് നീ ഹോംവർക്ക് എഴുതാന്തോണ്ടെന്ന് പറഞ്ഞല്ലേ ജമന്തി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ. ഹോംവർക്ക് ഇതാണ് ഹോംവർക്ക്. തലയിലൊക്കെ ഇതിനൊക്കെ ഇനി എന്ത് ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ചെയ്യാൻ പാടുമോ? ആര് പറഞ്ഞേ ഇത് ചെയ്യേ? മാവ് എല്ലാം എടുത്ത് അവിടെ കൊട്ടിയിട്ടേക്കണം. നിനക്ക് ആരാടി ഇത് പഠിപ്പിച്ചു തന്നത്? എനിക്ക് കല്യാണം കഴിക്കുമ്പോ ഈ ജോലിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്ത്? അല്ല, കല്യാണം കഴിക്കണമെങ്കിൽ ഇതൊക്കെ അറിയണ്ട്. കൊള്ളാം. എങ്ങനെയുണ്ട്? ഇതേ വളർത്തു ദോഷമാണ്, വളർത്തു ദോഷം. ഈ പെണ്ണിനെ നീ പഠിപ്പിച്ച് പാഴാക്കി വെച്ചേക്കാണ്. സമാധാനമായി നിനക്ക്? നീ എന്റെ വളർത്തു ദോഷത്തിന്റെ പറയും. സ്കൂളിൽ പഠിക്കുന്ന സംഭവങ്ങളുണ്ട്. 2-3 ദിവസമായി തുടങ്ങിയിട്ട് അടുക്കള കയറിക്കള സർക്കസ് മുഴുവൻ. അടുക്കള കയറി നീ ഒരു സാധനം കേട്ട് തൊടാത്തല്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ എടുത്തു തരാത്തോളാം. നിന്നെ തന്നെ പറയണം, നിന്നെ തന്നെ കുറ്റം പറയണം. പിന്നെ ആരെ പറയണം? നിന്നെ തന്നെ ഞാൻ പറയുള്ളൂ. ഓരോ വീട്ടിലെ പിള്ളേരുണ്ട്, ഓരോ വീട്ടിലെ പിള്ളേർ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവര് പഠിക്കും. പിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട, നീ തള്ളമാരാണ് പെങ്കൊച്ചുങ്ങളെ തന്തര അടുക്കിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. അവളെ അന്തസ്സായിട്ട് വളരെ എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാൻ അതിനു വേണ്ടി വഴക്കുണ്ടാകണ്ട പ്ലീസ്. എനിക്ക് വേണ്ട കല്യാണം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? പണ്ടൊക്കെ നല്ലതായിരുന്നു, ഇപ്പൊ കുറച്ച് ഓവറാണോന്നൊരു സംശയം. അയ്യോ, നീ നോക്കിയോ, ഇനി ആ കൊച്ചിന്റെ മനസ്സിൽ കല്യാണം എന്നുള്ള ചിന്ത ഉണ്ടാവൂല, അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നുള്ള ചിന്തയും ഉണ്ടാവൂല. അത്ര പെർഫോമൻസ് ആയിരുന്നു. എനിക്കിപ്പോ ഇപ്പൊ കല്യാണമല്ലേ, എപ്പോഴേലും കല്യാണം ആലോചിക്കല്ലോ. ഇപ്പൊ ഡാഡിയെ പോലെ ഇത്രയ്ക്ക് ദേഷ്യമുള്ള ചെറുക്കം വേണ്ട. ഇപ്പൊ പറഞ്ഞില്ല എന്ന് പറയാം, കേട്ടല്ലോ.